പ്രിയമുള്ള സുഹൃത്തെ, ഇസ്ലാം ഒരു അപ്രായോഗിക മതമാണ്. അതിൻ്റെ വിശ്വാസിക്ക് തന്നെ അവൻ വിചാരിച്ചാൽ പോലും പ്രായോഗികവൽക്കരിക്കാൻ ഒക്കാത്ത നിയമങ്ങളാൽ കുത്തി നിറച്ച ഒരു സംഹിതയാണ്. ഇപ്പം താഴെത്തട്ടിലുള്ള ഗ്രാമസഭകളിൽ തുടങ്ങി രാജ്യത്തെ പരമോന്നത നിയമനിർമ്മാണ സഭകൾ വരെ നിയമങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിൽ ഭേദഗതി, അമെൻമെൻറ്റ്സ് അത് കൊണ്ടുവരാൻ കാരണം അത് ആളുകൾ നടപ്പിലാക്കാൻ പാകത്തിൽ ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഉടയ തമ്പുരാൻ അങ്ങനെയാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ പ്രൊഫറ്റ് എം അക്ബർ പറയുന്നത്. ആ ഉടയ തമ്പുരാനാൽ നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ സാധാരണക്കാർക്ക് അനുസരിക്കാൻ പറ്റാത്തതാണ്. ഇടതുവശം ചേർന്ന് പോവുക ഇന്ത്യൻ നിയമമാണ്, വലതുവശം ചേർന്ന് പോയാലോ അപകടമാണ്. നിയമങ്ങൾ അനുസരിക്കപ്പെടാൻ നിർബന്ധിതമാകുന്ന അവസ്ഥകളെക്കുറിച്ച് ഞാൻ പറയുകയാണ്. അപ്പം ആളുകൾ അനുസരിക്കണം. അനുസരിച്ചില്ലെങ്കിൽ വിറക് കൊള്ളികളായി നരകത്തിൽ കിടക്കേണ്ടി വരുമെന്ന് പറയുന്ന മതത്തിൻ്റെ നിയമത്തെ അതിൻ്റെ അനുയായികൾ തൃണവൽഗണിക്കുന്നുവെങ്കിൽ അത് എത്രത്തോളം അപഹാസ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. അത് ദൈവനിർമ്മിതമാണോ? ഇസ്ലാമിൻ്റെ പ്രധാനമായ നിയമങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് അത് അതിൻ്റെ വിശ്വാസികൾ നടപ്പിലാക്കാതിരിക്കുമ്പോൾ, മനഃപൂർവ്വമല്ല, അതിൻ്റെ അപ്രായോഗികത തെളിഞ്ഞു വരുമ്പോൾ ഇതൊരു ദൈവിക മതമാണോ അല്ല എന്ന് തീർത്ത് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഇസ്ലാം ഒരു പ്രായോഗിക മതമല്ല എന്നൊരു അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഇവിടെ നമ്മൾ എടുക്കുന്ന ആദ്യത്തെ വിഷയം സക്കാത്താണ്. കേൾക്കുമ്പോൾ വളരെയധികം ആകർഷകത്വമുള്ള ഒന്നാണ്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക. കമ്മ്യൂണിസം പോലെ സമതുല്യത നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക. പ്രായോഗികമാണോ? എന്തുകൊണ്ട് ഇത് അപ്രായോഗികമാകും? അതാണ് പ്രധാനമായ ചോദ്യം. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ സഹാബാക്കളോട് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ദൈവം നൽകാത്ത ഈ തിണ്ടികൾക്ക് ഞങ്ങൾ എന്തിനു നൽകണം? അതായത് എല്ലാം തീരുമാനിക്കുന്നത് അർഷിൽ എഴുതി വെച്ച, ഉമ്മിൽ കിതാബിൽ എഴുതി വെച്ച കാര്യമാണ്. സോമാലിയയിലെ പട്ടിണി പാവങ്ങൾ അന്നം മുട്ടി കഴിയട്ടെ എന്ന് തീരുമാനിച്ച അർഷിലെ ഉമ്മുൽ കിതാബിലെ ബുക്കിലുള്ളപ്പോൾ സൗദി അവരെ സഹായിക്കണമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്നാണ് ഇന്നിൻ്റെ അംശത്തിൽ ആ ചോദ്യത്തെ വെച്ച് നമുക്ക് ചോദിക്കാം. മാത്രമല്ല, ഇത് പറഞ്ഞിട്ട് 1400 വർഷങ്ങളായി. ലോക മുസ്ലിം ജനസംഖ്യയിൽ എത്ര ശതമാനം വരും ദരിദ്രർ? അത് പെട്രോൾ ഡോളർ വരുന്നതിന് മുമ്പ് അതിൻ്റെ അക്കങ്ങളൊക്കെ എഴുതാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പെട്രോൾ ഡോളർ വന്നതിന് ശേഷം അതിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, സോമാലിയ അങ്ങനെ തുടങ്ങി ഒരുപാട് രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്നും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്ന മുസ്ലിം. ഇത് പ്രായോഗികമായോ? ഏതെല്ലാം തലത്തിലാണ് ഇത് പ്രായോഗികമാകാത്തത്? ഖുർആനിൽ സുബ്ഹാനഹു വ തആല ഉടയ തമ്പുരാൻ പറയുന്നുണ്ട്, ഞാൻ ഇച്ഛിക്കുന്നതല്ലാതെ നിങ്ങളിൽ സംഭവിക്കില്ല. ഇനി നമുക്ക് ഒരു ചെറുപ്പക്കാരനായ മൗലവിയുടെ ഒരു പ്രഭാഷണം കേട്ടുനോക്കാം. എല്ലാവർക്കും ഒരുപോലെയല്ല ധനം നൽകപ്പെടുന്നത് നമുക്കറിയാം. സമൂഹത്തിൽ ധാരാളമായി ധനം നൽകപ്പെട്ടവരുണ്ട്, മിതമായി നൽകപ്പെട്ടവരുണ്ട്. ദരിദ്രന്മാരായ നിലക്കും സമൂഹത്തിൽ ആളുകളെ നമുക്ക് കാണാം. ആർക്കൊക്കെയാണ് ധനം നൽകേണ്ടത് എന്ന്, ആർക്കൊക്കെയാണ് നൽകാതിരിക്കേണ്ടത് എന്ന് എല്ലാം തീരുമാനിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് ധനം കിട്ടിയവർ
അവർ അള്ളാഹുവിങ്കിൽ നിന്ന് പ്രത്യേക ആദരവ് കിട്ടിയവരാണ് എന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ആർക്കെങ്കിലും ലഭിക്കാതെ പ്രയാസപ്പെടുന്നുവെങ്കിൽ, ദരിദ്രന്മാരായ നിലക്ക് ജീവിക്കുന്നുവെങ്കിൽ ഞങ്ങളെ അള്ളാഹു അപമാനിച്ചിരിക്കുകയാണ് എന്നും ആരും ചിന്തിക്കേണ്ടതില്ല. മറിച്ച് ധനം അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു പരീക്ഷണമാണ് എന്നാണ് ഒരു വിശ്വാസി മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇവിടെ പറഞ്ഞത് ധനം ഒരു പരീക്ഷണമാണ്. എങ്ങനെ? അതായത് കുറേ പേർക്ക് ധനം കൊടുക്കും. എന്തിന്? അവരെ പരീക്ഷിക്കാൻ വേണ്ടി. ഈ 1400 വർഷമായി പരീക്ഷിച്ച് എല്ലാ പരീക്ഷയിലും തോറ്റ് തുന്നം പാടിയവരെ വീണ്ടും 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 പരീക്ഷിക്കുകയാണ്. എന്ത് നല്ല അധ്യാപകനാണ് ഉടയ തമ്പുരാൻ. ഇദ്ദേഹത്തിന് മനസ്സിലാവുകയില്ലേ ഇവന്മാർ കൊടുക്കുകയില്ല എന്ന്? പരീക്ഷണത്തിന് വേണ്ടി ധനം കൊടുത്താൽ ഇവന്മാർ കൊടുക്കുകയില്ലെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാകില്ലേ? ഇനി അദ്ദേഹം പറയുന്നത് കേട്ടല്ലോ നമ്മൾ, കിട്ടാത്തവർ നിരാശപ്പെടണ്ട. അങ്ങനെയുള്ള കാര്യം. ഇപ്പം കിട്ടിയവൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ സുഖിച്ചു മതിച്ച് ജീവിക്കും, എന്നാലും പരീക്ഷണം ഉണ്ടാകും. അത് വലിയൊരു ഡെമോക്രസിൻ്റെ വാളാണ്, എപ്പോൾ വേണമെങ്കിലും തലയെ വീഴാം. പക്ഷെ ഈ കിട്ടാത്തവനോ, ചേരിയിൽ താമസിക്കുന്ന ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, അന്നമില്ലാത്ത ഈ പാവങ്ങൾ നിരാശപ്പെടണ്ട എന്ന് പറയുമ്പോൾ ഇത് പറയാൻ ആരാ ഇദ്ദേഹം? ഇവർക്ക് എന്താണ് അധികാരം നിരാശപ്പെടാൻ പാടില്ല എന്ന് പറയാനായിട്ട്? നിരാശപ്പെടും. മാത്രമല്ല, സ്വബോധമുള്ളവരാണെങ്കിൽ, വിശ്വാസമെന്ന മഞ്ഞക്കണ്ണട ഇല്ലെങ്കിൽ ആ വിശ്വാസത്തെ തള്ളിക്കളയാൻ അത് തക്കതായ ഒരു കാരണമായിട്ട് മാറും എന്നുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റു 1-2 വാക്കുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം. സക്കാത്ത് മാത്രമല്ല, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് നൽകിയ ഈ അനുഗ്രഹം അത് സമസൃഷ്ടികൾക്ക് കൂടി പങ്കുവെക്കുവാനുള്ള ഒരു മനസ്സ് ഒരാൾക്കുണ്ടാവുക എന്നത് അത് അയാളുടെ വിശ്വാസത്തിൻ്റെയും ധർമ്മബോധത്തിൻ്റെയും ഭാഗമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ വളരെ പ്രധാനമാണ് സക്കാത്ത് എന്നത്. സക്കാത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാകണമെങ്കിൽ വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ നമസ്കാരത്തിൻ്റെ തുല്യ പ്രാധാന്യമാണ് സക്കാത്തിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ നമസ്കാരത്തിൻ്റെ കൂടെ സക്കാത്തിനെ ചേർത്ത് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. പറഞ്ഞത് കേട്ടല്ലോ, വിശ്വാസത്തിന്റെ അളവുകോലാണ് സക്കാത്ത്. നമസ്കാരത്തിന്റെ കൂടെ ചേർത്താണ്. അതായത് നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ സക്കാത്തിനെയും കൂടി ഖുർആൻ കോട്ട് ചെയ്യുന്നു. അപ്പോൾ എത്രത്തോളം പ്രാധാന്യമുള്ള കാര്യം നോക്കുക. എത്ര ഉത്കടമായ ആഗ്രഹമാണ് അള്ളാഹുവിന് സക്കാത്ത് ജനങ്ങൾ കൊടുക്കാൻ വേണ്ടി, ഉള്ളവൻ കൊടുക്കാൻ വേണ്ടി. അത് പ്രായോഗികവൽക്കരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഇനി അദ്ദേഹത്തിൻ്റെ വളരെ മണിമുത്തായ 1-2 വാക്കുകൾ കൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം. വളരെ സങ്കടകരമായ ഒരു വസ്തുത എന്തെന്ന് വെച്ചാൽ, മുസ്ലിം സമൂഹത്തിൽ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കണിശതയും സൂക്ഷ്മതയും പുലർത്തുന്ന ആളുകൾ സക്കാത്ത് നൽകുന്നില്ല എന്നത് വളരെ സങ്കടകരമാണ്. കൃത്യമായി വർഷാവർഷം കണക്ക് നോക്കി അതിൽ തനിക്ക് അവകാശമില്ലാത്ത സാധുവിൻ്റെ അവകാശം അത് കൃത്യമായി അതിൻ്റെ ആളുകളിലേക്ക് കൊടുത്തു വീട്ടുന്ന സമ്പ്രദായം മുസ്ലിം സമൂഹത്തിൽ ഭൂരിപക്ഷം ആളുകൾക്കും ഇല്ല എന്നത് ഒരു പരമയാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം ഓർമ്മപ്പെടുത്തുന്നത്. പലപ്പോഴും ഇന്ന് സമുദായത്തിൽ കണ്ടുവരുന്ന ഒരു യാഥാർത്ഥ്യം, ഹജ്ജിനും ഉംറക്കുമൊക്കെ വലിയ ആവേശം കാണിക്കുന്നുണ്ട് ഇന്ന് പലരും. ജീവിതത്തിൽ ഒരു ഉംറ ചെയ്യുക എന്നത് പലരുടെയും വലിയൊരു ആവേശമായി മാറുകയും ഇന്ന് ഉംറക്ക് വലിയൊരു പ്രാധാന്യം നൽകപ്പെടുകയും ചെയ്യുന്നു. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ആ ഒരു പ്രാധാന്യം സക്കാത്തിൻ്റെ വിഷയത്തിൽ പല ആളുകളുടെ ജീവിതത്തിലും ഇല്ല എന്നത് ഒരു പരമയാഥാർത്ഥ്യമാണ്. പറഞ്ഞത് നമസ്കാരമുണ്ട്, നിസ്കരിക്കുമോ? നിസ്കരിക്കുമോ? എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ അറിവ് കിട്ടിയത്? ഏത് ഡേറ്റ പ്രകാരമാണ് റഫീഖ് സലഫി നിങ്ങളിത് പറഞ്ഞത്? കൂടുതലൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ റഫീഖ് സലഫിയുടെ അനുവാദത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സൗണ്ട് ക്ലിപ്പ് ഇതിൽ ചേർക്കുന്നത്. ആ അനുവാദം നൽകിയതിന് അദ്ദേഹത്തെ ഞാൻ ആദരവോടെ നന്ദിപൂർവ്വം സ്മരിച്ചു കൊണ്ടേ. ഇപ്പം ഭൂരിഭാഗം ആളുകളും സക്കാത്ത് നൽകുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. നിസ്കരിക്കുന്നതിന് കാര്യത്തിൽ അദ്ദേഹം വിവരദോഷം പറയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും അപ്പം ഭൂരിപക്ഷം ആളുകളും സക്കാത്ത് നൽകുന്നില്ലെങ്കിൽ ഇത് വിശ്വാസത്തിൻ്റെ അളവുകോലാണെങ്കിൽ ഈ അളവുകോല് വെച്ച്
ഇന്നുവരെ ജീവിച്ചു മനുഷ്യരെ അളന്ന് തിട്ടപ്പെടുത്തിയാൽ വിശ്വാസത്തിൻ്റെ രൂഢമൂലം എത്രത്തോളം അപഹാസ്യമെന്ന് സലഫി നിങ്ങളെപ്പോലുള്ളവർ മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇനി ഹജ്ജ്, ഉംറ ഇതിനൊക്കെ ആവേശം ആളുകൾ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണത്? ഈ സക്കാത്ത് കൊടുക്കുന്നതിലൂടെ ഈ അൾട്രൂയിസം എന്നൊരു മനോഭാവം, ഒരു ട്രൈറ്റ് നമ്മളിലുണ്ട്. അത് നമ്മളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ബോധ്യം, ഇഷ്ടം, തൃപ്തി അതൊക്കെ നമുക്കുണ്ടാകും. പക്ഷേ നിർബന്ധിതാവസ്ഥയിൽ ആണെങ്കിൽ ഇൻകം ടാക്സ് കൊടുക്കാൻ ഇന്ത്യക്കാർ മടിക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് പെട്രോളിന് 100 രൂപ കൊടുക്കേണ്ടതുപോലെ നിർബന്ധിതാവസ്ഥ വരുമ്പോൾ കൊടുക്കുകയില്ല, കൊടുക്കാൻ മനസ്സുള്ളവരും കൊടുക്കുകയില്ല. നിർബന്ധിതാവസ്ഥ വരുമ്പോൾ ഈ ഹജ്ജ് ഉംറയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഹജ്ജിന് പോയിട്ട് വന്നാൽ ഹാജിയാണ്. ഹാജി മുഹമ്മദ് അലി, ഹാജി ഉസ്മാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഭയങ്കര സ്ഥാനമായിരുന്നു. ഇതൊക്കെ മാറി. കാര്യം എന്ന് വെച്ചാൽ ഇന്നെല്ലാവരും പോയാൽ തുടങ്ങിയപ്പോഴത്തേക്ക് പക്ഷേങ്കിൽ സമൂഹത്തിൽ അന്തസ്സുണ്ട്. അത് പോകുന്നതിന് മുമ്പ് തലേ ദിവസം നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ പാവങ്ങളും എന്നോട് പുറക്കേണമേ എന്ന് വീണ് അപേക്ഷിച്ച് അവർക്ക് നല്ല രീതിയിൽ ആഹാരമൊക്കെ കൊടുത്ത് അന്തസ്സുറ്റ ഒരു ബിരുദം നൽകിയാണ്. ഇങ്ങനെ അന്തസ്സ് കാണിക്കലും നമ്മുടെ ഒരു ട്രൈറ്റാണ്. അത് അംഗീകാരത്തിൻ്റെ ഭാഗമായി അന്തസ്സ് മനുഷ്യൻ കാണിക്കും എന്നുള്ളതാണെങ്കിൽ പോട്ടെ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് സക്കാത്ത് കൊടുത്തില്ലെങ്കിലോ കേൾക്കാം നമുക്ക്. അത് ഒരിക്കലും ശരിയല്ല. കൃത്യമായി സക്കാത്ത് നൽകേണ്ടതുണ്ട്. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ, ഒരാൾ വിശ്വാസിയാകണമെങ്കിൽ 3 നിബന്ധനകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഫഇൻ താബു വഅഖാമുസ്സല വആതവുസ്സക ഫഇഖ്വാനുകും ഫിദ്ദീൻ. അതെ, ശിർക്കിൽ നിന്ന്, ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് അവർ പശ്ചാത്തപിക്കുകയും വഅഖാമുസ്സല നമസ്കാരം നിർവഹിക്കുകയും വആതവുസ്സക സകാത്തിനെ അവർ കൃത്യമായി നൽകുകയും ചെയ്താൽ ഫഇഖ്വാനുകും ഫിദ്ദീൻ, മതത്തിൽ അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അപ്പോൾ സക്കാത്ത് പ്രധാനമാണ്. സക്കാത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സക്കാത്തിനെ ഒരാൾ നിഷേധിക്കുകയോ അത് നൽകാതിരിക്കുകയോ ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നത് പരമയാഥാർത്ഥ്യമാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇദ്ദേഹം ആദ്യം പറഞ്ഞ എന്താണ്? ഭൂരിഭാഗം ആളുകളും സക്കാത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ പറഞ്ഞതോ കൊടുത്തില്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളിൽ എത്ര പേർ ഇസ്ലാമിനകത്തുണ്ട് റഫീഖെ? കേരളത്തിനകത്ത് എത്ര പേരുണ്ട്? ഇനി പട്ടിണി പാപങ്ങൾ ഇതിനകത്ത് പെട്ടുപോകാം. കാര്യം കൊടുക്കാൻ അവർക്ക് പാങ്കില്ലല്ലോ. പരീക്ഷണം അവർക്ക് നിഷിദ്ധമല്ലേ. ആ വലയത്തിൽ നിന്ന് ആ നെറ്റ് ഭേദിച്ച് ഇറക്കി വിടപ്പെട്ട ആളുകളായതുകൊണ്ട് അങ്ങനെ ദരിദ്രവാസികൾ 5 നേരവും നിസ്കരിച്ച് നന്ദി അറിയിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ സകാത്ത് കൊടുക്കാത്തവനൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൻ്റെ തോത്, ഗതി ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നന്നായിരിക്കും. വിശ്വാസിയാകണമെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് സക്കാത്ത് നൽകണം. 3 കണ്ടീഷനാണ്. എന്തൊക്കെയാണത്? വ ഇൻതാബു അഖാമുസ്സലാ വ ആതുസ്സക ഇഖ്വാനുകും ഫിദ്ദീൻ. എങ്ങനെ? വ ഇൻതാബു അഖാമുസ്സലാ വ ആതുസ്സക വ ഇഖ്വാനുകും ഫിദ്ദീൻ. സലാത്ത്, നിസ്കാരം, സക്കാത്ത്, ഇതാണ് ഫിദ്ദീൻ. ഇത് രണ്ടും ബഹുഭൂരിപക്ഷം വിശ്വാസികളും സമർത്ഥമായി ഒഴിവാക്കിക്കൊണ്ട് തന്നെ ജീവിത വ്യവഹാരത്തെ മുമ്പിൽ കൊണ്ടുപോകാൻ നിർബന്ധിതാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇസ്ലാം അപ്രായോഗിക മതമെന്ന് നമ്മൾ പറയുന്നില്ല. റഫീഖ് സലഫി ഉൾപ്പെടെയുള്ള അഭിനവ ചെറുപ്പക്കാരായ മൗലവിമാർക്ക് വരെ ബോധ്യമുള്ളപ്പോൾ നമ്മളെന്താ ഇപ്പം വിസ്തരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ കാടുകേറി ഒന്നും പറയുന്നില്ല. ഉള്ള കാര്യത്തെ, അവർ പറഞ്ഞ കാര്യത്തെ. അപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെങ്കിൽ ഈ നാട്ടിലെ മിക്കവാറും എല്ലാ പണക്കാർ, അതായത് സക്കാത്ത് നൽകാൻ ഇസ്ലാമിക നിയമപ്രകാരം വിധിക്കപ്പെട്ടവരൊക്കെ, അർഹരൊക്കെ ഇസ്ലാമിന് പുറത്തെ. ഭൂരിഭാഗം ആളുകളും നൽകുന്നില്ല എന്ന് പറഞ്ഞതിന് അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയട്ടെ.
നമ്മൾ പറയുന്ന കാര്യം അദ്ദേഹം പറയുന്നു. അതിനൊരു ആധികാരികത കൈവരുമല്ലോ. അതുകൊണ്ടാണ്. ഇനി മറ്റൊന്ന് കേൾക്കാം. നമുക്കറിയാവുന്ന ഒരു ചരിത്ര സംഭവം സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട ചോദിച്ച സന്ദർഭം, മുസ്ലിമീങ്ങൾക്ക്, വിശ്വാസികൾക്ക്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അനുചരന്മാർക്ക് പ്രതിസന്ധി നിറഞ്ഞ ഒരു സന്ദർഭമായിരുന്നു പ്രവാചകൻ്റെ വിയോഗം. വല്ലാത്ത വേദനയുണ്ടാക്കി, പ്രയാസമുണ്ടാക്കി. പ്രതിസന്ധികൾ നിറഞ്ഞ ദിനങ്ങളിലൂടെയാണ് മുസ്ലിം സമുദായം കടന്നു പോകുന്നത്. ഒരു ഭാഗത്ത് വ്യാജ അവകാശവാദങ്ങളുമായി കള്ളപ്രവാചകന്മാർ രംഗത്ത് വന്നിരിക്കുന്നു. ഇങ്ങനെ പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യം. അപ്പോഴും ഇസ്ലാമിൻ്റെ ഖലീഫ ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്, ഒരു യുദ്ധത്തിന് വേണ്ടി കോപ്പുകൂട്ടുകയാണ്. ആരോടായിരുന്നു ആ യുദ്ധം? ആരോടായിരുന്നു? ഇസ്ലാമിനെ പാടെ നിഷേധിച്ചവരോടല്ല. നമസ്കരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്, പക്ഷേ സക്കാത്ത് ഇനി ഞങ്ങൾ നൽകുകയില്ല എന്ന് പറഞ്ഞവരോട് യുദ്ധം ചെയ്യാനൊരുങ്ങുകയായിരുന്നു മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. നോക്കൂ നിങ്ങൾ, സക്കാത്തിനെ നിഷേധിച്ചവരോട് യുദ്ധം പ്രഖ്യാപനം. ഇവിടെ രണ്ട് കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. നബിയുടെ മരണശേഷം സഹാബാക്കൾ ആകെ പ്രതിസന്ധിയിലായി എന്നുള്ളത് ഇത് മറ്റൊരു അധ്യായമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നബി മരിച്ചു കിടന്നപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾ, ഉമർ തുടങ്ങിയ ആളുകൾ ഉൾപ്പെടെയുള്ള അലിയുടെ ഫാക്ഷനും അബൂബക്കർ ഫാക്ഷൻ ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹ്യ പ്രതിബദ്ധതാ മേഖലകളിൽ വിശ്വാസപരമായി ഉൾപ്പെടെയുള്ള സഹാബാക്കൾ അന്നനുഭവിച്ച സമ്മർദ്ദങ്ങൾ, അതൊരു പഠനവിധേയമാക്കേണ്ട, പ്രത്യേകമായി ചെയ്യേണ്ട ഒരു വസ്തുതയായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ ഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് സക്കാത്ത് നൽകാത്തവരോട് യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പൊ യുദ്ധം പ്രഖ്യാപിക്കപ്പെടേണ്ട ആളുകളാണ് ഇന്നാട്ടിലെ സക്കാത്ത് നൽകാൻ യോഗ്യതയുള്ള ആളുകളെന്നാണ് റഫീഖ് സലഫി പറയാതെ പറയുമ്പോൾ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഇനി അദ്ദേഹം പറയുന്നത് ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മആരിജിലെ 24-25 വചനങ്ങളാണ്. വല്ലദീന ഫി അംവാലിഹിം ഹഖ്ഖും മഅലൂം. അതെ, ആ സത്യവിശ്വാസികളുടെ ധനത്തിൽ അറിയപ്പെട്ട ഒരു വിഹിതമുണ്ട്. അതാർക്കുള്ളതാണ്? ലിസ്സായിലി, ചോദിച്ചു വരുന്നവനും, വൽ മഹ്റൂം, ജീവിത വിഭവം തടയപ്പെട്ടവർക്കും ഉള്ളതാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഇതാണ് സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ സക്കാത്ത് എന്ന് പറയുന്നത്. പാവപ്പെട്ടവൻ്റെ പങ്ക് ധനവാന്റെ ധനത്തിൽ. ഇത് ഈ എന്താ പറയുക, ഇത് എൻ്റെ കയ്യിൽ കുറേ തവിടുണ്ടെന്ന് വെച്ചു, അതുകൊണ്ട് ഞാൻ പുല്ലിലങ്ങ് കളഞ്ഞു, എന്നിട്ട് മാറി നിൽക്കാൻ എടുക്കുന്നത് പോലെയാണ്. നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറയില്ലേ, മലയിൽ നിന്ന് കല്ലുരുട്ടി താഴെ ഇട്ടിട്ട് വീണ്ടും ഉരുട്ടി മുകളിൽ കയറ്റി വീണ്ടും തള്ളിയെടുത്ത് നാറാണത്ത് ഭ്രാന്തൻ്റെ പരിപാടിയാണ്. ഈ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ധനവാന് പണം കൊടുക്കുകയും അവൻ പാവപ്പെട്ടവന് കൊടുക്കാൻ വേണ്ടി, ഇതിൽ നിന്റെ പങ്ക് മാത്രമല്ല പാവപ്പെട്ടവൻ്റെ പങ്ക് കൂടി ഉണ്ട് എന്ന് പറയുന്നതിൽ നിന്ന് ഒന്നുകൂടി ഞാൻ റഫീഖ് സലഫിക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മറ്റൊന്ന് കാര്യം കൂടെ നോക്കാം. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തെ ഒന്ന്, ആദ്യത്തത് വിശ്വാസം, ഈമാൻ, 2 നിസ്കാരം, 3 സക്കാത്ത്. അത് 7:156, 9:60, 19:31, 19:55, 21:73, 23:4, 27:3, 30:39, 31:4, 41:7 തുടങ്ങിയ സൂറകളിൽ ആവർത്തിച്ച് താക്കീതും പേടിപ്പിക്കലും ഒക്കെ നടത്തിക്കൊണ്ടും അള്ളാഹു അജയ്യനായി തന്നെ ഉടയതമ്പുരാൻ നിർദ്ദേശം നൽകുമ്പോൾ അതിന് പുല്ലുവില കൽപ്പിക്കുന്ന, മനസ്സാവാച അല്ല കേട്ടോ, മനസ്സാവാച കൊടുക്കണമെന്നൊക്കെ കിട്ടും, പക്ഷേങ്കിൽ സ്വാർത്ഥത അനുവദിച്ചൊന്നും വരില്ല. അതുപോലെ ഇത് കൊടുക്കാൻ വിസമ്മതിക്കുന്നവരെ അവരുടെ ഒരു പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കില്ലെന്നാണ്. അത് ഹദീസുകൾ നമുക്ക് നോക്കുമ്പോഴത്തേക്കും. ഇനി സ്വർണം, വെള്ളി, പണം, വസ്തുവകകൾ, കച്ചവട സാമഗ്രികൾ, ഓഹരികൾ മുതലായവയ്ക്ക് 2.5% സക്കാത്ത് വാർഷികമായി നൽകേണ്ടി വരും. അപ്പം നമ്മൾ കല്യാണത്തിനൊക്കെ കാണുന്നില്ലേ, ഇടത്തട്ടുകാരായ പൊങ്ങച്ച മധ്യവർത്തികളായ ആളുകൾ വരെ
ഞാൻ ഇന്നലെ ഒരു ഫോട്ടോ കണ്ടു പത്രത്തിൽ. അതായത് ഒരു സ്ത്രീ, ഒരു മണവാട്ടി ആഭരണ വിഭൂഷിതയായി നിൽക്കുന്നുണ്ട്. 1 ഇഞ്ച് സ്ഥലം ബാക്കിയില്ല, താലിമാല കെട്ടാൻ വരെ സ്ഥലമില്ല എന്നൊരു ട്രോൾ ഞാൻ കണ്ടു. അതുപോലെയാണ് ഇന്ന് സ്വർണത്തിൻ്റെ കാര്യത്തിൽ ആളുകൾക്ക് ഈ 5 കാശിന് വിലയില്ലാത്ത ഈ മഞ്ഞ പണ്ടത്തിൽ വളരെ വ്യാമോഹമാണ്. വാങ്ങിച്ചു കൂട്ടും. അങ്ങനെ വാങ്ങിച്ചു കൂട്ടി വെച്ചിരിക്കുന്നതിൻ്റെ വർഷാവർഷം അതിൻ്റെ കണക്കെടുത്ത് അതിൻ്റെ 2.5 സമ്പാദ്യമാണ്. സ്റ്റോക്ക് മാർക്കറ്റിലുള്ള സാധനമാണല്ലോ, സമ്പാദ്യമായതുകൊണ്ട് ഒരു മനുഷ്യൻ കണക്കെടുക്കുന്നു. റഫീഖ് സലഫി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണക്കെടുത്ത് കൊടുക്കേണ്ടതാണ്. ഒരു മനുഷ്യൻ കൊടുക്കുന്നു. അതായത് തീവ്രവാദികൾ ഉള്ളതുപോലെ തീവ്ര മതബോധമുള്ളവർ കൊടുക്കുമായിരിക്കും. പക്ഷെ അങ്ങനത്തെ ആളെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്നവൻ കട്ടപ്പോ ശശിയായി പോകുമെന്നുള്ളതാണ്. അങ്ങനെ പിന്നീട് ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ ശതമാനക്കണക്കതൊക്കെ, അതൊക്കെ നമുക്കിവിടെ. ഇത് പറയുമ്പോൾ അബൂബക്കർ യുദ്ധത്തിന് പോയി എന്ന് റഫീഖ് സലഫി പറഞ്ഞല്ലോ. എന്തിനാണ്? അതായത് ഈ പാവങ്ങളെ ഉദ്ധരിച്ചു കളയാമെന്നതിൻ്റെ ഉദ്ദേശം കൊണ്ട് മാത്രമാണോ? അല്ല. അവിടെയാണ് ഇതിൻ്റെ ഉള്ളുകളിൽ കിടക്കുന്നത്. ഈ നമ്മുടെ ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് ഇസ്ലാമിക് ബാങ്കിങ് ഒരു വിഷയമാണ് കേട്ടോ. അത് നമുക്ക് ഈ അപ്രായോഗിക മതം എന്നതിൽ കൈകാര്യം ചെയ്യാവുന്നൊരു വിഷയമാണ്. അദ്ദേഹം അത് ഈ ഇസ്ലാമിക് ബാങ്കിങ്ങിനെ പുകഴ്ത്തി പറയാനും നടപ്പിലാക്കാൻ സാധിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമല്ല. ഏതെങ്കിലും വിഡ്ഢികൾ പലിശയില്ലാതെ പണം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ധനകാര്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനത് ഗുണകരമല്ലേ? പലിശയില്ലാതെ കിട്ടുന്നത് 2-3% ഏറ്റവും കുറഞ്ഞ പലിശ വേൾഡ് ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ വരെ കൊടുക്കേണ്ടി വരും. 5 കാശ് പലിശയില്ലാതെ ഏതെങ്കിലും വിഡ്ഢി കൊണ്ടിടുകയാണെങ്കിൽ അത്രയ്ക്കും നന്നെന്ന് കണക്കാക്കിയാൽ മതി എന്നുള്ളതാണ് ഐസക്കിൻ്റെ ഈ കുതന്ത്രം. നിങ്ങൾ യുദ്ധത്തിൽ നേടിയെടുത്ത ഏതൊരു വസ്തുവിൽ നിന്നും അതിൻ്റെ 5-1 അള്ളാഹുവിനും റസൂലിൻ്റെ അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും പാവപ്പെട്ടവർക്കും വഴിപോക്കന്മാർക്കും ഉള്ളതാണ്, നിങ്ങൾ മനസ്സിലാക്കുവിൻ. 8:41 മാർക്ക്. അതായത് നിങ്ങളുടെ വരുമാനം എന്താണ്? കൊള്ള, വഴിക്കൊള്ള. അത് നബിയുടെ കുറ്റമൊന്നുമല്ല, അത് അന്നിൻ്റെ രീതിയാണ്. അത്തരത്തിലൊക്കെ കുറ്റം പറയാൻ ഞാൻ ആളല്ല. എപ്പോഴും ഞാൻ പറയാനുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ, അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ, അതൊക്കെ പ്രാവർത്തികമാക്കാൻ വേണ്ടി എന്നിൽ തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് നമുക്ക് വിഷമമുണ്ടാകും. അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ സർവ്വലൗകികമായ നിയമം എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്കതിനകത്ത് എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരുന്നത് കേട്ടോ. 5-1 അള്ളാഹുവിനും റസൂലിനുമാണ്. അള്ളാഹുവിനെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 2 തിട്ടേകിടികൾ ചുണ്ടിൽ പുഞ്ചിരിച്ചിലും തെണ്ടിയല്ലേ നിങ്ങൾ തീർത്ത ദൈവം? എന്താ ദൈവത്തിന്? അള്ളാഹുവിന് കൊടുക്കുമ്പോൾ റസൂലിന് കിട്ടും. 5-1 പൂർണ്ണമായി ഇങ്ങ് പോരുമെന്നാണ് അദ്ദേഹം കണക്ക് കൂട്ടിയത് അന്നിൻ്റെ യുദ്ധത്തിൻ്റെ. ഇനി ആർക്കൊക്കെ കൊടുക്കണം എന്ന് പറയുന്നതിലും വലിയ ചതിക്കുഴിയുണ്ട് കേട്ടോ. അതിൻ്റെ മൊത്തത്തിൽ ഞാൻ വായിക്കുന്നില്ല. ഫക്കീർ, മിസ്കീൻ, അമീൽ, മുഅല്ലഫത്തുൽ ഖുലൂബ്. ആരായത്? ഇസ്ലാം മതം പുതുതായി സ്വീകരിച്ചവർ. അതായത് മതം മാറ്റത്തെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സക്കാത്ത് വിനിയോഗിക്കാനുള്ള അടവ് നയം എന്നുള്ളതാണ്. ഇനി ഫീ സബീലില്ലാഹ്, ആരാത്? ദൈവിക മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവൻ. ആരാ? തീവ്രവാദിക്ക് സക്കാത്ത് അർഹനാണ്. തീവ്രവാദികൾ, അജ്മൽ കസബ് തുടങ്ങിയ ആളുകൾക്ക്, ഇവിടുത്തെ പണക്കാർ, ലുലു മാളിലെ ഉടമ ഉൾപ്പെടെയുള്ള ആളുകൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അള്ളാഹുവിൻ്റെ ദൈവിക മാർഗത്തിൽ അവരങ്ങനെ ആണല്ലോ പറയുന്നത്. ജിഹാദിന് വേറെ അർത്ഥമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. തപ്പിയെടുത്ത് നമ്മുടെ ലുജീൻ ഷാഹു അതുപോലെയൊക്കെ അർത്ഥമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഇന്ത്യൻ്റെ രീതിയിൽ കൊടുക്കുന്നുണ്ട്. അത് പാകിസ്ഥാനും ബംഗ്ലാദേശിലും ഒക്കെ ആവുമ്പോഴത്തേക്ക് അവിടെയൊന്നും ഈ അർത്ഥമൊന്നും വേണ്ട. അത് ലുജീൻ ആഴക്കടൽ തന്നെയാണ്. യഹൂദാവും പൊതിയും ചെയ്യും.
അപ്പം അജ്മൽ കസബ് പോലെയുള്ള തീവ്രവാദികൾക്ക് ലുലു മാളിൻ്റെ മുതലാളി സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ ഈ സക്കാത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ എടുത്ത് പരിശോധിക്കുമ്പോൾ മതം വളർത്തുക, രാജാവിന് അല്ലെങ്കിൽ ഭരണകൂടത്തിന് ധനം സമ്പാദിക്കുക, അതല്ലാതെ ഇനി ഹദീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സക്കാത്ത് എന്തിനാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തിനാണ്? സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് സക്കാത്ത് അള്ളാഹു നിർബന്ധിതമാക്കിയത്. മറ്റത് നിങ്ങളുടെ പരലോക ജീവിതത്തിന് വേണ്ടിയാണ്. ഇതും പരലോക ജീവിതമാണെങ്കിൽ അതിലുപരി ഇഹലോകത്തിന് ഉദ്ദേശമുണ്ട്. എങ്ങനെ? നന്മ വരുത്തുക, കമ്മ്യൂണിസം നടപ്പിലാക്കുക, എല്ലാവർക്കും എല്ലാം, അല്ലേ? അതാണ്. പക്ഷേ പരിഹാരമുണ്ടായോ? എന്നെങ്കിലും പരിഹാരമുണ്ടാകുമോ? എത്ര സൗദി ഉൾപ്പെടെയുള്ള സമ്പന്ന രാജ്യങ്ങൾ, അനേകം ദരിദ്ര രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്. UN സഭ കൊടുക്കും, റെഡ് ക്രോസ് വരെ ചെന്ന് സഹായിക്കും. ഇവറ്റകൾ അനങ്ങുമോ? അനങ്ങിയ ചരിത്രമുണ്ടോ? ഇനിയെങ്കിലും അനങ്ങുമോ? അപ്പൊ ഈ സക്കാത്ത് എന്ന് പറയുന്നത് കേൾക്കാനൊക്കെ ബഹുരസമായ കാര്യം. ഇനി മറ്റൊരു സമ്പ്രദായമുണ്ട് കേട്ടോ. നേരത്തെ റഫീഖ് സലഫി കരഞ്ഞതുപോലെ ഈ ഉലുഹിയ എന്നൊരു സാധനമുണ്ട്. അതായത് വലിയ പെരുന്നാളിന് ആട് അല്ലെങ്കിൽ മാട് അല്ലെങ്കിൽ ഒട്ടകം, അതിവിടെ ഇല്ല. ചിലരൊക്കെ ഒട്ടകം വരുത്തി അങ്ങനെ ഉലുഹിയ കൊടുക്കുന്ന ആളുണ്ട്. എന്തിനാണിത്? അത് പ്രൗഢി കാണിക്കാനാണ്. അതായത് ഒറ്റയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൂട്ടായിട്ട് ഒരു കാള വാങ്ങിക്കാൻ പണമില്ലാത്തവർ കാള വാങ്ങിക്കാൻ പണമുള്ളവരെയൊക്കെ ചേർത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് ഒലുഹിയ വരെ കൊടുക്കുമ്പോൾ പാക്കറ്റിൽ മച്ചമ്പിയെ കടിക്കുന്നത് അല്പ പ്രയാസമുള്ള കാര്യമാണ് അളിയ. ഇനി നമുക്ക് റഫീഖ് സലഫിയെ ഒന്നുകൂടെ കേൾക്കാം. ആ അനുഗ്രഹത്തിൽ നിന്നൊരു നിശ്ചിത വിഹിതം സാധുവിൻ്റെ അവകാശം കൊടുത്തു വീട്ടാൻ തയ്യാറില്ലാത്തവർക്ക് അതികഠിനമായ ശിക്ഷയാണ് നാളെ പാരത്രിക ലോകത്ത് കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും അള്ളാഹു ധനം കൊടുത്തു, എന്നിട്ടത് കൃത്യമായി നിസാബെത്തി, അതിൽ ആ നിസാബെത്തിയിട്ട് ആ ധനത്തിൽ സാധുവിൻ്റെ അവകാശം കൊടുത്തു വീട്ടി, ഫലം യുഅദ്ദി സക്കാത്തഹു, ആ സക്കാത്ത് അവൻ അതിൻ്റെ കൃത്യമായ നിലക്ക് കൊടുത്തു വീട്ടിയില്ലെങ്കിൽ ആ സക്കാത്ത്, ആ ധനം അത് മറ്റൊരു രൂപത്തിലാക്കപ്പെടുകയും എന്നിട്ട് അത് ഭീകരമായ ഒരു സർപ്പത്തിൻ്റെ രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കപ്പെട്ട് അതല്ലെങ്കിൽ രൂപമാറ്റം ചെയ്യപ്പെടുകയും എന്നിട്ട് അത് അവനെ കൊത്തി നോവിക്കുകയും അവൻ്റെ കഴുത്തിൽ അതുകൊണ്ട് കണ്ടാഭരണം അണിയിക്കുകയും അവനെ നോവിക്കുമ്പോൾ, അവനെ കൊത്തി വേദനിപ്പിക്കുമ്പോൾ ആ ധനം സംസാരിക്കുമെന്നാണ്. അന കൻസുഖ് അന മാലുഖ് അന കൻസുഖ്, ഞാൻ നിൻ്റെ നിക്ഷേപമാണ്, ഞാൻ നിൻ്റെ ധനമാണ് എന്ന് അത് സംസാരിക്കുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അനക്കൻസുഖ് അന മാലുഖ് എന്താണത്? അതായത് ഈ കൊടുക്കാത്ത ധനം ആർക്കാ? അജ്മൽ കസബ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൊടുക്കാത്ത ധനം നാളെ പരലോകത്ത് പാമ്പായി വന്ന് കഴുത്തിൽ ചുറ്റി പറയും അവനോട്, അനക്കൻസുഖ് അന മാലുഖ്, ഞാൻ നിന്റെ ധനമാകുന്നു, ആഞ്ഞു കൊത്തുമെന്നാണ്. നല്ല ശിക്ഷയാണ് കേട്ടോ. പക്ഷെ ഈ ഭാവനയുണ്ടല്ലോ, അതിസുന്ദര ഭാവനയാണ്, സമ്മതിക്കാതിരിക്കാൻ ഒക്കില്ല. പേടിപ്പിച്ചാലും ആ പേടിപ്പിക്കൽ ഒരു ഭാവനാത്മകത വേണ്ടേ? അത് പേടിപ്പിക്കുന്നവനെ പേടിപ്പിക്കണ്ടേ? പേടിപ്പിക്കത്തക്ക രീതിയിലാണ്. പേടിച്ചാലും മച്ചമ്പി പാക്കറ്റിലാണെങ്കിൽ അല്പം പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ ഈ ശിക്ഷയൊക്കെ ഇവിടെ വെച്ചായിരുന്നു. രോഗി മരിച്ചിട്ടല്ലല്ലോ മരുന്ന് വേണ്ടത്. ഇവിടെ വെച്ചായിരുന്നെങ്കിൽ റഫീഖ് സലഫി എന്താകുമായിരുന്നു എന്ന് ചോദിക്കുക. സ്വർണമോ വെള്ളിയോ കൈവശമുള്ളവർ അതിൽ ബാധ്യതയുടെ സക്കാത്ത് നൽകാത്ത പക്ഷം ഖിയാമത്ത് നാളിൽ തീ കൊണ്ടുള്ള ഫലകമായി അവ രൂപാന്തരപ്പെടുകയും അത് നിങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യും.
മറ്റത് പാമ്പ്, സർപ്പമാണ്. ഇത് മാത്രമല്ല, സർപ്പം മാത്രമല്ല, അതിൽ തൃപ്തിപ്പെടുന്നില്ല, പേടിപ്പിച്ചിട്ട് പേടിക്കാത്തത് കൊണ്ട് സ്വർണവും വെള്ളിയൊക്കെ. അപ്പം കേരളത്തിലെ മധ്യവർത്തികളായ മുസ്ലിങ്ങളുടെയൊക്കെ സ്വർണം നാളെ മഹ്ശറയിൽ, പരലോകത്തിൽ അത് തീ കൊണ്ടുള്ള ഫലങ്ങളായി അവരുടെ കഴുത്തിൽ അണിയപ്പെട്ട് നരകയോതന അനുഭവിക്കുന്നത് കൊണ്ട് മധ്യവർഗ മുസ്ലിങ്ങളെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അളവ് നോക്കി അടുത്ത റംസാനിലെങ്കിലും തീയുടെ ഫലകം കൊണ്ടുള്ള ആ പൊള്ളലേൽക്കാതെ, സർപ്പത്തിൻ്റെ കൊത്തുകൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി അള്ളാഹു തന്നെ പരിതപിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം അള്ളാഹുവിനെ അറിയാം കേട്ടോ. അത് മറ്റു പല ഭാഗങ്ങളിൽ കൂടി അള്ളാഹു പറയും. ബുഹാരി 2:24-489 അവർ ഭൗതിക ജീവിതത്തിന് വേണ്ടിയാണ് നിക്ഷേപിക്കുന്നത്. നേരത്തെ എന്തു പറഞ്ഞു? ഇല്ലാത്തവൻ അവൻ നന്ദിയുള്ളവനായിരിക്കണം, ഉള്ളവൻ അവന് കൊടുക്കുന്നത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞ ആളാണ് ഇപ്പുറത്ത് പറയുന്നത് അവർ ഭൗതിക ജീവിതത്തിന് വേണ്ടിയാണ് നിക്ഷേപിക്കുന്നത്. എത്ര കോൺട്രാഡിക്ഷൻ നോക്കും. ഉടയതമ്പുരാൻ്റെ വർത്തമാനങ്ങളിൽ കോൺട്രാഡിക്ഷൻ വരിക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ചോദിക്കുന്നത്. ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരാൾ തൻ്റെ സക്കാത്തുമായി ചുറ്റിടക്കും. അത് സ്വീകരിക്കുന്ന ഒരാളെയും കാണുകയില്ല. അവസാന അന്ത്യനാളിലാകുമ്പോഴത്തേക്കും സക്കാത്ത് സ്വീകരിക്കാൻ ഒറ്റ ആളും ഉണ്ടാകില്ല. കൊടുത്ത് ധനവാന്മാരായി സക്കാത്ത് വേണോ, വേണ്ടേ വേണ്ട, കാര്യം ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, കൊടുക്കാനുള്ളവനാണെന്ന് പറയത്തക്ക രീതിയിൽ എത്ര സ്വപ്ന ലോകത്താണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കമ്മ്യൂണിസ്റ്റ് സ്വപ്ന ലോകത്തെ പോലെ. ചിരിക്കാതെ എന്തു പറയാൻ. ഇനി എപ്പോഴൊക്കെ സക്കാത്ത് കൊടുക്കാതിരിക്കാം? ഇത് സർക്കാർ തന്നെ സക്കാത്ത് കളക്ട് ചെയ്ത് കൊടുക്കുന്ന സമ്പ്രദായങ്ങളുടെ വഴി ഞാനെന്ന് പറയാം, ചുരുക്കി പറയാം. അങ്ങനെ കളക്ട് ചെയ്യുന്ന ആൾ അൺജസ്റ്റ് ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ സക്കാത്ത് കൊടുക്കണ്ട, വിട്ടുവീഴ്ചയുണ്ട്. ഇഫ് collection of zakat by force was not possible, use of military force to extract it. അതായത് സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ പട്ടാള ശക്തി ഉപയോഗിച്ച് നിങ്ങൾ സക്കാത്ത് കളക്ട് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അതാണ് അബൂബക്കർ നേരത്തെ റഫീഖ് സൽവി പറഞ്ഞ റിദ്ദ യുദ്ധം. അത് ജസിയ ആയിരുന്നു, സർക്കാരിന് കിട്ടേണ്ട നികുതി. കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് നോട്ടീസ് അയക്കുമെങ്കിൽ, മുസ്ലിം രാജ്യമാണെങ്കിൽ, ഇസ്ലാമിക നിയമപ്രകാരമാണെങ്കിൽ മിലിറ്ററി എൻ്റെ വീട്ടിലേക്ക് വരും. സക്കാത്ത് ഇനി സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അപ്പോസ്റ്റേറ്റാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? അൺബിലീഫ്, കുഫർ, ആൻഡ് ഷുഡ് ബി കിൽഡ്. അവിടെയാണ് കളി. റഫീഖ് സലഫി ഇത് പറഞ്ഞില്ല. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നേ പറഞ്ഞോളൂ. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാലോ അവനെ കൊല്ലണ്ടേ? ഇപ്പോൾ സക്കാത്ത് കൊടുത്തില്ലെങ്കിലോ കൊല്ലണം. ആരെയൊക്കെ ആര് കൊല്ലും? ഇനി കൊല്ലാനൊരു സേനയൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ആലോചനയൊക്കെ അവർ ചെയ്യുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻ മോഡേൺ സ്റ്റേറ്റ്സ് വെയർ സക്കാത്ത് ഈസ് കമ്പൾസറി, failure to pay is regulated by state law similar to tax evasion. അതായത് നമ്മൾ ഇൻകം ടാക്സ് വെട്ടിക്കുന്നത് പോലെ സർക്കാർ മുൻകൈ എടുത്ത് പിരിച്ച് സക്കാത്ത് നൽകുന്ന രാജ്യങ്ങളിലൊക്കെ ടാക്സ് എവേഷൻ പോലെ കണക്കാക്കിക്കൊണ്ട് മിലിറ്ററി വരികയും കൊടുക്കാത്തവനെ നിയമപ്രകാരം തന്നെ കൊല്ലാൻ വരെ അധികാരമുണ്ട് എന്ന് വരികിൽ, ഇനി നോൺ മുസ്ലിംസിന് കൊടുക്കാമോ? പാടില്ല. ഇനി അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നീട്. അതൊക്കെ മനുഷ്യവിരുദ്ധി അമെൻമെൻറ്റ്. അത് വാങ്ങിക്കാൻ ഇനി മുസ്ലിങ്ങൾ ഇല്ലാതാകുകയാണെങ്കിൽ അപ്പം തെണ്ടികളായ അമുസ്ലിങ്ങൾക്ക് കൊടുക്കാം. ഇത് മറ്റെല്ലാ ഇസ്ലാമിക സമ്പ്രദായത്തെയും പോലെ നബി അങ്ങ് കൊണ്ടുവന്നതൊന്നുമല്ല. അദ്ദേഹം 100-ൽ ഒരാൾ, ലോകം കണ്ട മഹാന്മാരിൽ 100-ൽ ഒരാൾ എന്നൊക്കെ പറഞ്ഞു പാടി പുകഴ്ത്തുമ്പോൾ
ഈ 100-ൽ സാധാരണ മനുഷ്യൻ ചെയ്യുന്നത് പോലെ തൻ്റെ മുൻഗാമികൾ ചെയ്തു വെച്ചത് എടുത്തു പകർത്തി അമെൻമെൻറ്റ് വരുത്തിയെന്നേ ഉള്ളൂ. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്, അതില്ല പറയാൻ. 5 നേരം നിസ്കാരം 3 എന്നുള്ളത് 5 ആക്കി. പിന്നെ നോമ്പാകുമ്പോഴത്തേ 30 ദിവസവും ആക്കി. അങ്ങനെ ചില അമെൻമെൻറ്റ്സ് ഒക്കെ അദ്ദേഹം സൗകര്യപൂർവ്വം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഹിബ്രു അറാമിക്കിൽ സക്കൂത്ത് എന്ന് പറയും. അവിടുന്ന് കടം കൊണ്ട കാര്യമാണ്. 2010 സക്കാത്ത് വാസ് മാൻഡറ്ററി ബൈ സ്റ്റേറ്റ് ലാ ഇൻ ലിബിയ, മലേഷ്യ, പാകിസ്ഥാൻ, സൗദി അറേബ്യ, സുഡാൻ, യമൻ. ഈ രാജ്യങ്ങളിലൊക്കെ 2010 കണക്കെടുപ്പനുസരിച്ച് മാൻഡറ്ററിയാണ്, കൊടുക്കണം, നിയമമാണ്. There were government and voluntary zakat contribution programs in Bahrain, Bangladesh, Egypt, Indonesia, Iran, Jordan, Kuwait, Lebanon, Maldives and UAE. ഇതൊക്കെ സക്കാത്ത് സംഭരിച്ചു നൽകാനുള്ള വോളണ്ടറി ഫോഴ്സ് നിലവിലുള്ള രാജ്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും നമ്മുടെ ഇന്ത്യയിലെ രാജ്യസ്നേഹികളായ ആളുകൾ ഇൻകം ടാക്സ് വെട്ടിക്കുന്നത് പോലെ ഇത്രയും നിർബന്ധിതാവസ്ഥയിൽ പറയപ്പെടുന്ന സക്കാത്ത് കൊടുക്കാതിരിക്കാനുള്ള എല്ലാ കുൽസിത മാർഗങ്ങളും മുസ്ലിങ്ങൾ തന്നെ സ്വീകരിക്കുന്ന ദയനീയ അവസ്ഥ ആ രാജ്യങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ഇങ്ങനെ പിരിക്കപ്പെടുന്ന സക്കാത്തിൽ ഈ പൊതു ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതിൽ ആളുകൾ കൈയിടും. ഞാൻ വാസ്തവത്തിൽ സംഘടനാപരമായ നീക്കങ്ങൾക്ക് മനസ്സുകൊണ്ട് എതിരുള്ള ആളാണ്. ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ എനിക്ക് വിരോധമില്ല, വിരോധിപ്പിക്കാൻ ഞാൻ ആളല്ല. പക്ഷേങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ പൊതു ഫണ്ട് എന്ന് പറയുമ്പോൾ, പൊതു അഭിപ്രായം എന്ന് പറയുമ്പോൾ അതിനകത്ത് വിഘടിതമായ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടാനുള്ള കാരണമുള്ളത് കൊണ്ട്, അപ്പോൾ കുറേ പൊതു ഫണ്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അതിൻ്റേതായ പോരായ്മ എന്ന നിലയ്ക്ക് അതിനകത്ത് കൈകടത്തലുണ്ടാവും, മാൽ പ്രാക്ടീസസ്. അങ്ങനെ ഈ സക്കാത്ത് സംഭരിച്ചു കൊടുക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഈ സംഭരിക്കപ്പെട്ട ധനത്തിൽ മാൽ പ്രാക്ടീസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊരു സ്റ്റഡി പറയുന്നത്, എബൌട്ട് എ ക്വാർട്ടർ ഓഫ് ദ മുസ്ലിം വേൾഡ് കണ്ടിന്യൂസ് ലീവ് ഓൺ $1.25 or less according to 2012 report. എങ്ങനെ? അതായത് ഈ 1400 വർഷമായി സക്കാത്ത് കൊടുത്ത് ഇന്നിൽ എത്തി നിൽക്കുമ്പോൾ മുസ്ലിം രാജ്യത്തെ 1/4 ജനങ്ങൾ കേവലം $1.2 ദിവസം വരുമാനമുള്ള ആളുകളായി ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ ഈ നിയമം അപ്രായോഗികമായിരുന്നു. സാമ്പത്തിക ഉച്ചനീചത്വം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്, ഇഹലോകത്തിന് വേണ്ടി കൂടിയാണ് ഈ നിയമം കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള അപഹാസ്യത നിങ്ങളത് നോക്കൂ. 2014 ഒരു സ്റ്റഡി, അതിൽ പറയുന്നത് over 70% of the Muslim population in most Muslim countries impoverished, എൻ്റെ ഇംഗ്ലീഷ് അപ്പം കുഴപ്പമില്ല കേട്ടോ, ആൻഡ് ലീവ്സ് ഓൺ ലെസ് ദാൻ $2 per day. അതായത് 70% മുസ്ലിം പല രാജ്യങ്ങളിലെയും മുസ്ലിങ്ങൾ കേവലം $2 ദിവസം കൂലി വാങ്ങിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ട ആളുകളാണ്. സക്കാത്ത് has so far failed to relieve large-scale absolute poverty among Muslims in most Muslim countries. മുസ്ലിം രാജ്യങ്ങളുടെ സ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ പോലും അവിടുത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഈ സക്കാത്ത് സമ്പ്രദായം ഒരു രീതിയിലും ഉതകിയില്ല എന്ന് വരികിൽ ഇതൊരു ദൈവിക നിയമമാണ്. ഇതൊരു അപ്രായോഗിക മതമെന്ന് ഈ ഒരൊറ്റ കാര്യം ചൂണ്ടിക്കാണിച്ച് നമ്മൾ പറഞ്ഞാൽ, റഫീഖ് സലഫി പറഞ്ഞാൽ, അദ്ദേഹം ഉദാഹരണ സഹിതം ഖുർആൻ വായിച്ചു തന്നെ പറയുമ്പോൾ അദ്ദേഹത്തെ പോലും കുറ്റപ്പെടുത്താൻ ഒക്കാത്ത രീതിയിൽ പകൽ പോലെ സത്യമായ ഇതൊരു കാര്യമാണെങ്കിൽ
മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.